സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പ്ലാൻ ബിയുമായി സർക്കാർ. ബാർ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം. 7 വർഷത്തിനിടെ പിണറായി സർക്കാർ 297 പുതിയ ബാറുകൾക്കും 475 ബിയർ ആൻഡ് വൈൻ പാർലറിനുമാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത്. സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് പ്ലാൻ ബിയുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ബാർ ലൈസൻസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതെന്നാണ് ആക്ഷേപം. പ്ലാൻ ബിയുടെ ഭാഗമായി ബാർ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം. 7 വർഷത്തിനിടെ പിണറായി സർക്കാർ 297 പുതിയ ബാറുകൾക്കും 475 ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കുമാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത്. ഇതോടെ സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളുടെ എണ്ണം 801 ആയി. നേരത്തെ 2013-14 UDF സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ഏറ്റവും അധികം ബാറുകൾ ഉണ്ടായിരുന്നത്. 2014-15 മധ്യനയത്തിന്റെ ഭാഗമായി ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടിയ ശേഷം UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 29 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 8 വർഷത്തിനിടെയാണ് ബാറുകളുടെ എണ്ണം വർദ്ധിച്ചത്. മദ്യവർജനമാണ് നയമെന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ പുതിയ ലൈസൻസുകൾ നൽകുകയായിരുന്നു. മദ്യമൊഴുക്കി വരുമാനം വർദ്ധിപ്പിക്കാനൊരുങ്ങുന്ന ഇടത് സർക്കാർ പക്ഷേ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാതെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.